സ്വാതി, ആശ്വാസകരമായ ഒരു വാർത്തയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ പാകിസ്ഥാൻ നൽകുന്ന ആക്രമണങ്ങളിൽ പ്രത്യാക്രമണം കൃത്യമായി തന്നെ നടത്തുന്നുണ്ട്. ഇന്ത്യൻ സേന പ്രതിരോധിച്ചു നിൽക്കുന്നുണ്ട്. അപ്പോഴും പറയുന്നു, ഇത് നിങ്ങൾക്കുള്ള യുദ്ധപ്രഖ്യാപനമല്ല, ഇത് പ്രതിരോധ പ്രവർത്തനമാണ്. ഏത് രീതിയിലാണോ നിങ്ങൾ ഇന്ത്യക്ക് മേൽ കടന്നാക്രമണം നടത്തുന്നത്, അതിർത്തി ലംഘിച്ചുകൊണ്ട് ഇന്ത്യക്കാരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്, അതിലുള്ള പ്രതിരോധ പ്രവർത്തനം മാത്രമാണ് ഇന്നലെ ഞങ്ങൾ കാണിച്ചത്. താക്കീത് മാത്രമാണ്, ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കരുത് എന്ന നിലപാട് കൃത്യമായി തന്നെ വ്യക്തമാക്കിക്കൊണ്ടാണ് ഇന്ത്യൻ സേന തിരിച്ചാക്രമണം നടത്തുന്നത്, പ്രത്യാക്രമണം നടത്തുന്നത്, തിരിച്ചടി നൽകുന്നത്. തീർച്ചയായും വിനിഷ, കഴിഞ്ഞ കുറേ മണിക്കൂറുകൾ, ഏകദേശം കഴിഞ്ഞ രാത്രി 8 മണി മുതൽ തുടങ്ങിയ ആക്രമണം ഇപ്പോഴും പലയിടങ്ങളിൽ തുടരുകയാണ്. അതിർത്തി പ്രദേശങ്ങൾ, പ്രത്യേകിച്ചും ജമ്മു കാശ്മീരിലെ പൂഞ്ച്, ഉറി, സാംബ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കടുത്ത മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും ഉണ്ടാകുന്നു. പൂർണ്ണമായും വൈദ്യുതി അടക്കം വിച്ഛേദിച്ചുകൊണ്ട് ഒരു ബ്ലാക്ക് ഔട്ടിലേക്കൊക്കെയും ജമ്മു കാശ്മീർ പോകുന്ന സാഹചര്യം, അതോടൊപ്പം പഞ്ചാബ് ഉൾപ്പെടെയുള്ള അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലേക്ക് ആ സംസ്ഥാനങ്ങളിലെ ജനവാസ മേഖലകൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പാകിസ്ഥാന്റെ മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണവും അതിനെയൊക്കെയും പൂർണ്ണമായും തടുക്കുന്ന നീക്കത്തിലേക്ക് ഇന്ത്യയുടെ സൈന്യം പോയിട്ടുണ്ട്. കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി നടത്തുന്ന ആക്രമണവും തിരിച്ചടികളും ഒക്കെയും അതിൻ്റെ തെളിവുകളാണ്. ഏകദേശം 50ഓളം ഡ്രോണുകളാണ് സൈന്യം, ഇന്ത്യയുടെ വ്യോമസേന തന്നെ ഇതിന് വെടിവെച്ചിട്ടുള്ളത് എന്ന വിവരമാണ് ലഭ്യമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഡ്രോണുകൾ ദേശത്തേക്ക് വരുന്ന സമയത്തെ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ നിരീക്ഷണവും ജാഗ്രതയും എല്ലാ ഇടങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, നിരന്തരമായ ഇത് സംബന്ധിച്ച ആശയവിനിമയം മേധാവികളുമായി പ്രതിരോധ വിഭാഗം നടത്തുന്നു. അത്തരത്തിൽ ഏത് തരത്തെയും ഇന്ത്യയെ പ്രതിരോധിക്കുവാനുള്ള നീക്കങ്ങൾ വ്യോമസേനയും അതോടൊപ്പം സംയുക്ത സായുധ സേന നടത്തുന്ന ഒരു കാഴ്ച തന്നെയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ കാണുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത്, സാധാരണപ്പെട്ട മനുഷ്യന്മാരുടെ അല്ലെങ്കിൽ ഗ്രാമങ്ങളിലേക്ക് പാകിസ്ഥാൻ നടത്തുന്ന പ്രകോപനത്തിന് തിരിച്ചടി എന്നവണ്ണമാണ് ഇത്തരത്തിലൊരു പ്രതിരോധം തീർച്ചയായും ഇന്ത്യക്ക് തീർക്കേണ്ടതുണ്ട്. അത്തരത്തിലൊരു പ്രതിരോധ നീക്കത്തിൻ്റെ ഭാഗമായാണ് ഈ ആക്രമണങ്ങളെല്ലാം തടുത്തു തോൽപ്പിക്കുന്ന തരത്തിലേക്ക്, വെടിവെച്ചിടുന്ന തരത്തിലേക്ക് ഇന്ത്യ നീങ്ങിയിട്ടുള്ളത്. പാകിസ്ഥാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധവിമാനങ്ങൾ, അതോടൊപ്പം ഡ്രോണുകൾ ഒക്കെയും വെടിവെച്ചിടുന്ന സാഹചര്യം, യുദ്ധക്കപ്പലുകളടക്കം അതിനെല്ലാം തടുക്കുന്ന തരത്തിലേക്കുള്ള നീക്കങ്ങൾ ഇന്ത്യയുടെ അതിർത്തി ഭാഗങ്ങളിൽ പൂർണ്ണമായും സജ്ജമായിട്ടുണ്ട്. ഈ ജമ്മുവിലടക്കം തുടർച്ചയായാണ് മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു ചില വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത്, ഈ മലയാളി ളടക്കം ജമ്മുവിൻ്റെ വിവിധ ഇടങ്ങളിലുണ്ട്. അവരൊക്കെയും ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഏകദേശം അവിടെ കുടുങ്ങിയ സാഹചര്യമൊക്കെയാണ്. അത്തരത്തിൽ അവരെയൊക്കെയും നാട്ടിലേക്ക് എത്തിക്കാനുള്ള നീക്കം സൈന്യത്തിൻ്റെയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെയും നേതൃത്വത്തിൽ നടക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ അത് ഒന്ന് സൂചിപ്പിച്ചു പോയെന്ന് മാത്രമാണുള്ളത്. ഈ ജമ്മുവിൽ തുടർച്ചയായിട്ടുള്ള മിസൈൽ ആക്രമണങ്ങൾ നടത്തുന്നു. ഈ വിമാനത്താവളങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ട് നടത്തുന്ന ആക്രമണം, സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ട് നടത്തുന്ന ആക്രമണം, ഇതിനെയൊക്കെയും പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇന്ത്യയും തിരിച്ചടികൾ നടത്തിയിട്ടുള്ളത്, പ്രത്യാക്രമണം നടത്തിയിട്ടുള്ളത്. ഈ വിമാനത്താവളത്തെയൊക്കെയും ലക്ഷ്യമിച്ച് ആക്രമണം നടത്തുന്ന സാഹചര്യമൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ പാകിസ്ഥാൻ്റെ വിവിധ മേഖലകളിലേക്ക് പിന്നീട് ഇന്ത്യക്ക് ആക്രമണം നടത്തേണ്ടി വരുന്നത്. ഇസ്ലാമാബാദ് ഉൾപ്പെടെയുള്ള പാകിസ്ഥാൻ്റെ പ്രധാന നഗരങ്ങളിലേക്ക് മിസൈലുകളും ഡ്രോണുകളും ഇന്ത്യയും അയക്കുന്ന സാഹചര്യമുണ്ടായി. മാത്രമല്ല, ഈ പ്രധാനമന്ത്രിയുടെ വസതിക്ക് ഏകദേശം 20 കിലോമീറ്റർ അടുത്തേക്ക് തന്നെ മിസൈൽ വർഷിക്കുവാൻ ഉള്ള ശ്രമങ്ങൾ ഇന്ത്യ നടത്തിയിട്ടുണ്ട്. അങ്ങനെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ അവിടെ നിന്നും പാക് സൈന്യം അവിടെ നിന്നും മറ്റൊരു സംരക്ഷിത താവളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതോടൊപ്പം ഈ പഞ്ചാബ്, രാജസ്ഥാൻ തുടങ്ങിയിട്ടുള്ള ഏറ്റവും കൂടുതൽ അതിർത്തിയൊക്കെയും പങ്കിടുന്ന മേഖലകളാണ്. അവിടെയൊക്കെയും കടുത്ത സുരക്ഷാ വിന്യാസവും ജാഗ്രതയും അതോടൊപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെയും പൂർണ്ണമായി അടച്ചുകൊണ്ടുള്ള നടപടികളിലേക്ക് തന്നെയാണ് സൈന്യം നീങ്ങിയിട്ടുള്ളത്. മുൻകരുതലുകളുടെ ഒക്കെയും ഭാഗമായി ഈ വെളിച്ചമൊക്കെയും അണച്ചുകൊണ്ടുള്ള നിരീക്ഷണവും അത്തരത്തിൽ ശക്തമാക്കിയിട്ടുണ്ട്. കശ്മീരിലെ അക്നൂർ, സാംബ, കട്വ എന്നിവിടങ്ങളിൽ വലിയ തരത്തിലുള്ള വെടിവയ്പ് ഉണ്ടായിട്ടുള്ളതായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. വലിയ സ്ഫോടന ശബ്ദങ്ങൾ ഉണ്ടാവുകയും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന സൈറനൊക്കെയും മുഴങ്ങുന്നതും അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ പരിഭ്രാന്തിയിലേക്ക് ജനങ്ങളെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. പൂഞ്ചിലേക്ക് പാകിസ്ഥാൻ അയച്ചിട്ടുള്ള 2 കാമികാസെ ഡ്രോണുകളും അതോടൊപ്പം തന്നെ ഇന്ത്യ
നിഷ്പ്രഭമാക്കിയിട്ടുണ്ട്. അഗ്നൂരിലേക്ക് അയച്ചിട്ടുള്ള ഡ്രോൺ വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട്. നിരവധി പാക് മിസൈലുകളും റോക്കറ്റുകളും ഇന്ത്യ തകർത്തു എന്നുള്ളതാണ്. ജമ്മു കാശ്മീരിലെ വിമാനത്താവളം, സാംബ, അതോടൊപ്പം അർണിയ, സമീപ പ്രദേശങ്ങൾ എന്നിവയിലേക്കൊക്കെ അയച്ച 8ഓളം മിസൈലുകൾ ഏകദേശം പാകിസ്ഥാൻ തൊടുത്തുവിട്ടിരുന്നു. 50ഓളം മിസൈലുകളെ അല്ലെങ്കിൽ ഡ്രോണുകളെ നശിപ്പിക്കുവാൻ വേണ്ടി, തകർക്കുവാൻ വേണ്ടി ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ S-400 വ്യോമ പ്രതിരോധ സംവിധാനം കൃത്യമായി തന്നെ ഈ മിസൈലുകളെ നിഷ്പ്രഭമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ എന്നുകൂടി സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. യുദ്ധവിമാനങ്ങളൊക്കെയും തകർത്തതിന് പിന്നാലെ തന്നെ അക്കാര്യം പാകിസ്ഥാൻ സ്ഥിരീകരിക്കുന്ന സാഹചര്യം തന്നെയാണ്. എന്തായാലും കടുത്ത മണിക്കൂറുകൾ, അതായത് വളരെ സങ്കടകരമായ, ആശങ്കപ്പെടുത്തുന്ന മണിക്കൂറുകളാണ് കഴിഞ്ഞ കുറേ നേരമായി കടന്നു പോയിട്ടുള്ളത്. അതിനെയൊക്കെയും പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യ പ്രത്യാക്രമണം നടത്തേണ്ടി വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വിദേശകാര്യ മന്ത്രാലയം സൂചിപ്പിച്ച പോലെ തന്നെയാണ് ഇപ്പോഴും കേന്ദ്ര സർക്കാർ അത്തരത്തിൽ നിലപാട് ഉറപ്പിക്കുകയാണ്. ഇങ്ങോട്ടേക്ക് പ്രകോപനം ഉണ്ടാകാതെ, അല്ലെങ്കിൽ ഈ ഇന്ത്യയിലേക്ക് സാധാരണക്കാർക്കു നേരെ, സിവിലിയൻസിനു നേരെ പാകിസ്ഥാൻ അഴിച്ചുവിടുന്ന പ്രകോപനങ്ങൾക്ക് തക്കതായ മറുപടി അല്ലെങ്കിൽ തക്കതായ പ്രതിരോധം തീർക്കുക മാത്രമാണ് ഇന്ത്യൻ സൈന്യം നടത്തുന്നത്. അതല്ലാതെ പാകിസ്ഥാനു മേളിൽ ഒരക്രമവും ഇന്ത്യ അഴിച്ചുവിടില്ല. പ്രത്യേകിച്ചും ഇപ്പോൾ സൈനിക കേന്ദ്രങ്ങൾ, അതോടൊപ്പം വ്യോമതാവളങ്ങളൊക്കെയും ലക്ഷ്യം വെച്ചുകൊണ്ട്, പ്രധാന നഗരങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട്, സിഖുകാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ഗുരുദ്വാരെ അടക്കം ആക്രമിക്കുവാനുള്ള ശ്രമം നടത്തിയെന്ന് പറയുമ്പോൾ സിഖുകാരെ അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉയരുന്നത്. മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന സൈറൻ മുഴങ്ങുകയും അതിനുശേഷം ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാവുകയും ഡ്രോണും മിസൈലും തുടർച്ചയായി വിടുകയും ചെയ്യുന്ന സാഹചര്യം. ഈ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന എല്ലാ സംസ്ഥാനങ്ങളും കടുത്ത ജാഗ്രതയിലേക്ക് പോകുന്നു. ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റാത്ത, അതായത് മനസമാധാനം എല്ലാം നഷ്ടപ്പെട്ട കുറേയധികം മനുഷ്യന്മാർ ഈ ഇടങ്ങളിലൊക്കെയും ജീവിക്കുകയാണ്. അവരുടെ പ്രയാസങ്ങളൊക്കെയും സൈന്യം കാണുകയും അവർക്ക് കൃത്യമായ ജാഗ്രതകളും നിർദ്ദേശങ്ങളും നൽകുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഈ ഘട്ടത്തിൽ പ്രധാനമാണ്. അതിനിടയിൽ തന്നെ പാകിസ്ഥാനുള്ളിൽ ചില ആഭ്യന്തര കലഹങ്ങൾ അടക്കം നടക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ കൂടി വരുന്നു. ഈ ആക്രമണത്തെ പിന്തുണയ്ക്കുന്ന നിലപാട് മറ്റ് UN അടക്കമുള്ള, ഐക്യരാഷ്ട്ര സംഘടന അടക്കമുള്ള സംഘടനകൾ സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ പോലും UN ഈ സംഘർഷം അവസാനിപ്പിക്കുവാൻ വേണ്ടി ഇരു രാജ്യങ്ങളോടും, അതായത് പാകിസ്ഥാനോട് പ്രത്യേകിച്ചും ഇത്തരം പ്രകോപനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകണമെന്ന അറിയിച്ചുകൊണ്ട്, ഒരിക്കലും ഇനിയൊരു യുദ്ധം താങ്ങുവാനുള്ള ശേഷി നമ്മുടെ ലോകത്തിനില്ല. ആ ലോകം അത്തരത്തിലല്ല ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്ന് അപലപിച്ചുകൊണ്ട്, ഈ സംഘർഷങ്ങളെയും ഒക്കെയും അപലപിച്ചുകൊണ്ട്, ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ട് UN അടക്കം ഇതിനോടകം രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. അതേസമയം തന്നെ പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾ എവിടെയും അവസാനിക്കുന്നില്ല. പാക് തുടർച്ചയായുള്ള പ്രകോപനങ്ങൾ നടത്തുന്നു എന്നുള്ളതും, അതേസമയം ഇതിനൊക്കെയും മറുപടിയായി പാകിസ്ഥാന് തന്നെ കനത്ത നാശനഷ്ടങ്ങൾ ഏൽക്കേണ്ടി വരികയാണ്. മിസൈൽ ആക്രമണങ്ങളൊക്കെയും ഉണ്ടാകുമ്പോൾ പാകിസ്ഥാന്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള നഗരങ്ങൾ, തുറമുഖങ്ങളൊക്കെയും കേന്ദ്രീകരിച്ചുകൊണ്ട് തിരിച്ചും ഇന്ത്യക്ക് ആക്രമണം നടത്തേണ്ടി വരുന്നു. കറാച്ചി തുറമുഖങ്ങളിൽ INS വിക്രാന്ത് ഒന്നിലധികം മിസൈലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആക്രമണങ്ങൾ വലിയ തീപിടുത്തങ്ങൾക്കടക്കം കാരണമാകുന്ന സാഹചര്യം. തീരപ്രദേശങ്ങളിലൊക്കെയും താമസിക്കുന്ന, അതായത് ഈ തുറമുഖങ്ങളിലൊക്കെയും ആക്രമണം ഉണ്ടായതിനു പിന്നാലെ കറാച്ചിയിൽ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്കുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. വീടുകൾ തീപിടിക്കുന്നു, സാധാരണക്കാരുടെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെയും നശിച്ചു പോകുമ്പോൾ അവരെ കൂടി ചേർത്ത് നിർത്തുന്ന തരത്തിലേക്ക് സൈന്യം ഇടപെടേണ്ടി വരുന്നു. അവരെ ഒഴിവാക്കിക്കൊണ്ട് ആക്രമണം നടത്തുമ്പോൾ, അതായത് പാകിസ്ഥാന്റെ പ്രകോപനത്തിന് തിരിച്ചടി നൽകുമ്പോൾ ഈ സാധാരണക്കാരെ ഒരിക്കലും ബാധിക്കരുത് എന്നുള്ള ശ്രദ്ധ ഇന്ത്യ പ്രത്യേകം സ്വീകരിക്കുന്നു എന്നുള്ളതും ഈ ഒരു ഘട്ടത്തിൽ, ഈ ഒരു സംഘർഷഭരിതമായ ഘട്ടത്തിൽ പോലും അത്തരം നിലപാട് തന്നെയാണ് ഇന്ത്യ സ്വീകരിച്ചു വരുന്നത്.